അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു മഹാ എപ്പിസോഡായിരുന്നു ഇന്ന്. എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എപ്പിസോഡ് അവർ രോഹിത്തും അവരെല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നു, കുറേ ബിസിനസ് പ്ലാനൊക്കെ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ രോഹിത്ത് കുറച്ച് എന്താ പറയുക, രോഹിത്തിനെല്ലാം സ്വന്തമായി എന്നുള്ള രീതിയിലൊക്കെ രോഹിത്ത് പെരുമാറുന്ന സംഭവങ്ങളും, പിന്നീട് രാഘവൻ നായരുടെ അടുത്ത് നമ്മുടെ ഉപേന്ദ്രൻ പോയി അടിയാകുന്നതും, അങ്ങനെ രാഘവൻ നായരെ തള്ളി താഴെ ഇടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ ശ്യാമയെ പോയി രോഹിത്ത് കാണുന്നത്, അങ്ങനെ രോഹിത്തിനോട് വരണമെന്ന് നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ തേടി പോകുമെന്നൊക്കെ നമ്മുടെ രോഹിത്ത് ശ്യാമയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ശ്യാമ 2 ദിവസം സമയം തരാൻ പറയുന്നു. അങ്ങനെ ആലോചിച്ച് പപ്പിയും കൊണ്ടുവരണം എന്നുള്ള കണ്ടീഷനും കൂടെ വയ്ക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ തീരുന്നു. പിന്നീട് നമ്മുടെ നൂറിനെയും കൊണ്ട് നമ്മുടെ വിഷ്ണു പോകുന്ന സമയത്ത് നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ വന്ന് വഴിയിൽ തടഞ്ഞു നിർന്ന് നമ്മുടെ വിഷ്ണുവിനോട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ സീനായിരുന്നു ആദ്യത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഉപേന്ദ്രൻ ചെന്ന് രാഘവൻ നായരെ നന്നായിട്ട് അടിക്കുകയും അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ സത്യഭാമ ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ശ്യാമയാണെങ്കിൽ സ്വപ്നം കാണുകയാണ്, നമ്മുടെ രോഹിത്തും സുസ്മിതയും തമ്മിലുള്ള വിവാഹം. ഒരു അമ്പലത്തിൽ ഇങ്ങനെ പോയി അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും താലി കെട്ടുന്ന മുഹൂർത്തങ്ങൾ അങ്ങനെ കൺമുന്നിൽ കാണുന്ന സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവൾ സ്വപ്നത്തിൽ ചാടി എഴുന്നേൽക്കുന്നു. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുന്നു. അപ്പോൾ പറയുന്നത് എന്തോ വയ്യായിക ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശാലിനിയും പറയുന്നു എനിക്കും വയ്യായികയുണ്ട്, എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടെന്ന് പറയുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ശാലിനിയാണെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ജോണുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ജോണിനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജോണെല്ലാം നല്ല തന്ത്രപൂർവ്വമാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ജോൺ ആ കാര്യങ്ങളെല്ലാം സുസ്മിതയെ വിളിച്ച് പറയുന്നു. ഇനി ശാലിനിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, പണി കൊടുക്കണം, ഈ സീറ്റിൽ നിന്ന് ഇറക്കണം എന്നൊക്കെ ജോൺ അങ്ങ് പറയുകയാണ്. ഇതെല്ലാം നമ്മുടെ ശാലിനിയുടെ ഡ്രൈവർ കേൾക്കുന്നുണ്ട്. അതെന്തായാലും ശാലിനിയുടെ ചെവിയിൽ എത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് നമ്മുടെ വിഷ്ണുവും മറ്റേ കൂടെയുള്ള ആൾ ലോറിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. പപ്പിയും സത്യം എല്ലാവരും ഉറങ്ങുന്നു. ആ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഈ നമ്മുടെ ശാലിനിക്കും അവർക്കൊക്കെ ഒരു വല്ലായിക അസ്വസ്ഥതയുണ്ട്, ആർക്കോ സ്വന്തക്കാർക്ക് എന്തോ പറ്റുന്നത് പോലെ. ഇതേ സമയത്താണെങ്കിൽ സത്യഭാമയും രാഘവൻ നായരും ഒറ്റയ്ക്കാണ്. അപ്പം സത്യഭാമ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് രാഘവൻ നായർ റൂമിലിരുന്ന് ബാമേ ബാമേ എന്ന് വിളിക്കുന്നു. രാഘവൻ നായർക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നു. എന്ത് ചെയ്യണം, വേർത്ത് ഒഴുകുകയാണ്. അങ്ങനെ സത്യഭാമയെ വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല. അങ്ങനെ സത്യഭാമ ഓടി വരികയാണ്. ഓടി വരുമ്പോഴത്തേനും കുഴഞ്ഞ് വീഴുകയാണ് രാഘവൻ നായർ. ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, ആരെയും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒടുവിൽ സത്യഭാമ ശാലിനിയെ തന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ്. അങ്ങനെ ശാലിനി രാഘവൻ നായരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പെട്ട് വിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.